അമ്മൂമ്മ കഴിക്കുന്നെങ്കിൽ കഴിക്ക്. ഞാൻ കഴിച്ചിട്ടാ വെച്ചേ വന്നത്. നീയും ആ കൊച്ചും തമ്മിൽ വലിയ ലോഹ്യത്തിലാണല്ലോടി. അമ്മൂമ്മ അതും എന്റെ പ്രായത്തിലുള്ള ഒരു പെങ്കൊച്ചല്ലേ, ആരും അതിനോട് മിണ്ടാതിരുന്നാൽ എങ്ങനെയാ പാവം. നീ അവക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ഇപ്പോഴാ എനിക്ക് ബാലു ആരാന്ന് മനസ്സിലായത്. പക്ഷെ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടായിരുന്നു. അവനെ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അച്ഛൻ ചെയ്തത് എന്ത് ശരിയാണെന്ന്? എന്റെ അമ്മൂമ്മ ഈ പഴയ ചിന്താഗതി ഒന്ന് മാറ്റോ? ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. പിന്നെ ചേട്ടൻ ചെയ്തത് തീർത്താ തീരാത്ത തെറ്റൊന്നുമല്ല. ആ, ഏത് തെറ്റിനെ ആർക്ക് ന്യായീകരിക്കാമല്ലോ. നിങ്ങൾക്കൊന്നുമേ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും ആരും അല്ലായിരിക്കാം. കാലം മാറിയെന്ന് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് കോലം കാണിക്കാമല്ലോ. അതിനൊക്കെ നമ്മൾ കൂട്ടുവയ്ക്കണമെന്ന് പറഞ്ഞാലേ ഇത്തിരി ബുദ്ധിമുട്ടാ, പ്രത്യേകിച്ച് എനിക്ക്. ആ കൊച്ചിന്റെ വീട്ടുകാർക്കേ എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. നിങ്ങൾക്ക് അതൊന്നും ചിന്തിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഓരോന്ന് തോന്നുമ്പോൾ എടുത്തിയാടി ഓരോന്നങ്ങ് ചെയ്യുന്നു. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ വലിയ ബുദ്ധിമുട്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്യേ. ചേച്ചി അമ്മൂമ്മയോട് സംസാരിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പറു. അങ്ങനെയാണെന്നില്ല, മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കാണുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാഗ്രഹവും ഇല്ല. അമ്മൂമ്മേ അമ്മൂമ്മ, ഞങ്ങൾ ചെയ്ത തെറ്റാന്നൊക്കെ എനിക്കറിയാം. അത് ആ സാഹചര്യത്തിൽ പറ്റിപ്പോയതാ. ശരിക്കും വിഷ്ണു അല്ല ഇതിന് തെറ്റുകാരൻ, ഞാൻ നിർബന്ധിച്ചിട്ടാ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പക്ഷേ എനിക്ക് നിന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ല, സമയമില്ല. ഞാൻ അതിനല്ല ഇങ്ങോട്ട് വന്നത്. അവൾ അവിടെ ആയതുകൊണ്ടേ പിള്ളേരോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് വൈകിട്ട് ഞാൻ അങ്ങ് തിരിച്ചു പോകും. അമ്മൂമ്മ വൈകുന്നേരം തിരിച്ചു പോവോ? പിന്നെ പോവാതെ. അവിടെ എന്റെ കൊച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ എല്ലാം കൂടിയിട്ടേ പണി അടുപ്പിച്ചടുപ്പിച്ച അതിനെ ഒരു രോഗിയാക്കിയില്ലയോ. അവിടെ അതിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. തേനേ പാലേന്നും പറഞ്ഞോണ്ടേ ഞാൻ ഈ കയ്യടെ വെള്ളം കൊണ്ടുനടന്ന് വളർത്തിയതാ അതിനെ. കൊച്ചേ, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ മീനോ പച്ചക്കറിയോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. ഞാൻ എല്ലാം വെച്ചുണ്ടാക്കി വെച്ചിട്ട് എനിക്ക് വൈകിട്ട് തിരിച്ചു പോണം. പാറു, നീ വിളിച്ചോണ്ട് വന്നേരം കൊണ്ട് തിരിച്ചു പോ. അമ്മൂമ്മ, ആ എന്ത്? ആൾക്കാർ വീട്ടില് കൂടുതലാവുന്നത് നല്ലതല്ലേ അമ്മൂമ്മ? കൂടെ ഉണ്ടെന്നവര് കൂടിയാലേ നല്ലതാ. എല്ലാരും അതിന് എപ്പോഴും ദേഷ്യമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഇനി എല്ലാം നിനക്ക് മനസ്സിലാക്കി തരാം. ഒന്ന് പോവച്ചേ. ചേച്ചി വാ, നമുക്ക് പോവാം. ഞാൻ പോവാ. താൻ ചെല്ലു, ഞാൻ അങ്ങോട്ട് വരാം. ഓ ലച്ചൂസേ, ഞാൻ പോവാന്ന് അങ്ങ് ഒലിക്കുവാന്നല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മയ്ക്ക് എന്താ അമ്മൂമ്മ? അവര് ഒരുമിച്ച് ജീവിക്കാനല്ല ഇപ്പൊ ഒരു തീരുമാനം എടുത്തത്. ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാവുമായിരുന്നോ? ലച്ചുവേ, നീ എന്റെ മേടിക്കേ. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ ലച്ചു ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന്. നീ എന്റെ അടുത്ത് കൊമ്പ് ഓർക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആഹാ, ഞാനല്ലല്ലോ കൊമ്പ് ഓർക്കാൻ വന്നത്, അമ്മൂമ്മയല്ലേ. ലച്ചു, നീ നിന്റെ ജോലി നോക്കി പോയേ. ഞാൻ പൊക്കോളാം. അപ്പൊ ഇതാണ് ശരിക്കും പടവലത്തെ അമ്മൂമ്മ. അമ്മൂമ്മ സൂപ്പറാ. അമ്മൂമ്മയുടെ കുറെ കാര്യം നിന്റെ വിഷ്ണുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പേടി അമ്മയാ. അമ്മയ്ക്ക് പേടി അമ്മൂമ്മയാ. അമ്മൂമ്മ തല്ലൂ? പിന്നെ എല്ലാരും അടിക്കും. പാറുവിനെ അടിക്കൂ? പിന്നെ ശരിക്കും ഇട്ടിട്ടുണ്ട്. എന്താണ് അമ്മൂമ്മയുടെ ആരോട് പറഞ്ഞോണ്ടിരിക്കണേ? ചേച്ചി ഒരു അമ്മൂമ്മ അടിക്കും. അയ്യോ, അമ്മൂമ്മ അടിക്കില്ല. കയ്യിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് എറിയത്തേ ഉള്ളൂ. അയ്യോ, ചുമ്മാതാ. അമ്മൂമ്മ ഭയങ്കര പാവമാണെന്നേ. പിന്നെ ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ വെറുതെ. എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനൊക്കെ എന്ത് കാര്യമാണെന്ന് അറിയോ? അതുകൊണ്ടാണ് ചേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അമ്മൂമ്മക്ക് എത്ര ദേഷ്യം വന്നു. പടവലത്തെ അപ്പൂപ്പനോ? അയ്യോ, അത് അതിനും ഭയങ്കര പാവമാണ്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കില്ല. പിന്നെ അപ്പൂപ്പന അങ്ങനെ പൊതുവെ എല്ലാവരും അങ്ങനെ ലൈക്ക് ഓവറായിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണ്. പിന്നെ അപ്പൂപ്പന ആകെപ്പാടെ വഴക്ക് പറയുന്ന ഒരാള് അമ്മൂമ്മയാണ്. എല്ലാരും കൂടെ ഒത്തിണക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാല്ലേ? ചേച്ചി, ഇവിടെ നേച്ചന്റെ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞോട്. അയ്യോ, അപ്പൂപ്പൻ ഫയറാണ്. എല്ലാവർക്കും അപ്പൂപ്പനെ ഭയങ്കര പേടിയാ. ടെററാണ് അപ്പൂപ്പൻ. അച്ഛനൊക്കെ ഉണ്ടല്ല, ഇപ്പോഴും അപ്പൂപ്പന്റെ മുമ്പിൽ പേടിച്ച് വരച്ചാ നിക്കുന്നേ. അപ്പൂപ്പന്റെ ആ നോട്ടം മതി നമ്മളെല്ലാരും ഉരുകിത്തി. ചേച്ചി ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചടിക്ക് തലേ തള്ളിയിടും. എന്നാ പോയേ. അങ്ങനെയൊന്നുമില്ല. അപ്പൂപ്പൻ സ്ത്രീകൾ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷെ ആണുങ്ങൾ ആരെങ്കിലും ഉടക്കാൻ ചെന്നാണ്ടല്ല, തീർന്നു. ഏറ്റെങ്കിലും അപ്പൂപ്പന് നല്ല വയസ്സായില്ലേ? പിന്നെ നല്ല പ്രായമുണ്ട്. പ്രായം ആയാലെന്താ, ആ ശബ്ദം മതി. ഷോ, ഇനി എന്നല്ലേ എല്ലാവരോടും ഒന്ന് ഒന്നാവുന്നേ? ഈ പ്രശ്നമൊക്കെ തീർന്ന് എല്ലാവരോടും ഒന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഞാൻ സത്യം പറയട്ടെ, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ആവും. പക്ഷെ തന്റെ വീട്ടുകാര് അടുക്കുമെന്നുള്ളതാണ് സംശയം. എടോ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല. ഈ വീട്ടിൽ ചേട്ടനൊന്നും അംഗീകരിച്ച് കിട്ടിയാണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. എങ്കിലേ എനിക്ക് കൂടെ വരാൻ പറ്റും. അതിന് നീ എവിടെ പോണു? ഞാൻ ചേട്ടനെയും ചേച്ചിയുടെ മോളായിട്ട് ഈ ചേച്ചിയുടെ വീട്ടിൽ പോകും. കൊണ്ടുപോയില്ലേ ചേച്ചി? പിന്നെ പാറു എന്റെ മോളല്ലേ, കൊണ്ടു. ആ, ബെസ്റ്റ് മോളാണ്. ചേച്ചിക്ക് അസൂയ. ഒന്ന് പോയ കടുകുമണി, എനിക്കെന്താ നിന്റെ അടുത്ത് അസൂയ? ഞാൻ സുന്ദരിയല്ലേ, അതുകൊണ്ട്. അയ്യോ, ലോകത്ത് വേറെ ആരും ഇല്ലെങ്കിൽ ഇപ്പോഴേ സുന്ദരിയാന്നും പറഞ്ഞാ നടപ്പ്.
ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് കാണിക്കാൻ വിളിച്ചേ. എന്താടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നാ? വീട്ടിലെ കുറെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ശരിക്കും കാശുണ്ടെന്നേ ഉള്ളൂ, മൊത്തം പ്രശ്നമാ. എത്ര പേരെ ശാപം കിട്ടിയിട്ടുണ്ടെന്നറിയോ? ശരിക്കും മമ്മിക്ക് ബിസിനസ്സിൽ മാത്രമേ ചിന്തയുള്ളൂ, ആളുടെ ഇമോഷൻസ് ഒന്നും ഒരു വിലയില്ല. ശരിക്കും എന്നോട് തന്നെ സ്നേഹം ഉണ്ടോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താൻ എന്തൊക്കെയാണോ പറയണേ? ഏത് അമ്മമാർക്കാണ് സ്വന്തം മക്കളെ ഇഷ്ടമല്ലാത്ത? എന്തോ അമ്മ? നീ അതിനകത്ത് കയറി കഥ അടച്ച് കുനുകുനുകുനാന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നോ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലയോ? നെച്ചു ചേച്ചി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മുറിക്കാതെ ഇരിക്കുക. എന്താ അമ്മമ്മേ? എന്താ അമ്മൂമ്മന്നോ? ഞാൻ അവിടെ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുന്നു, നീ അവിടെ കയറി വർത്താനം പറഞ്ഞോണ്ട് കഥ അടച്ചിരിക്കുന്നോ? അത് ശരി, ഞാൻ ഇതിനെ സഹായിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മമ്മയല്ലേ പറഞ്ഞു എനിക്ക് പോവാൻ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു നീ അങ്ങ് എഴുന്നേറ്റ് പോവോ? അതിനെങ്ങനാ സംസാരിക്കാൻ ആളിനെ കിട്ടിയല്ലോ. നീ ഈ കൊച്ചിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നില്ലയോ? ആരും പഠിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പഠിപ്പിച്ചാലേ ഇവള് പഠിക്കാൻ പറ്റത്തുള്ളൂ. പഠിപ്പിച്ചാലെന്തുവാ ഇപ്പൊ? പഠിപ്പിക്കാട്ടാ. അതിനെവിടാ നേരം? സംസാരം ഇല്ലയോ സംസാരം? പാറു, നീ എപ്പോഴും ആ മുറി കയറി അങ്ങനെ ഇരിക്കല്ലേ. പാവം ചേച്ചി ഒറ്റയ്ക്കല്ലേ അമ്മൂമ്മ? ഒറ്റയ്ക്കായതുകൊണ്ടേ പിടിച്ചങ്ങ് ഇരുത്തും. അങ്ങനെ പിടിച്ചിരുത്തിയാലേ ഇരുന്ന് കൊടുക്കരുത്. അവർക്കേ അങ്ങനെ ഇരുന്നാ മതി, അവർക്ക് വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യം അങ്ങനല്ല, അത് നീ ഓർത്തോണം. എന്തോന്നാ അമ്മൂമ്മ ഇത്? ഞാൻ അവിടെ ആരും പിടിച്ചെടുത്തിട്ടൊന്നുമില്ല, വരുന്നവരോട് ഇറങ്ങി പോകാനും പറയത്തൊന്നുമില്ല. ആഹാ, കൊള്ളാവല്ലോ, നാക്കും മൂക്കും ഒക്കെ വെച്ചല്ലോ. ചുമ്മാതല്ല ബാലു ഇവിടുന്ന് ഓടിയത്. എന്തോന്നാ അമ്മൂമ്മ ഈ പറയുന്നേ? എന്നെ ഇതിനു മുന്നേ നിങ്ങൾക്ക് ആർക്കും പരിചയമില്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ല. പിന്നെ എന്തോത്തിന് ഈ പറഞ്ഞു വെച്ചേക്കുന്ന പോലെ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നേ? നമ്മൾ ഇതിനു മുന്നേ പരിചയക്കാരോ ശത്രുക്കളോ ഒന്നും അല്ലല്ലോ. ആഹാ, നല്ല സംസാരം, മിടുക്കിയാന്നല്ലോ. ചുമ്മാതല്ല വിഷ്ണു പൊത്തോന്നങ്ങ് വീണത്. അമ്മമ്മ വാ, നമുക്ക് അടുക്കളയിൽ പോവാം. എടീ കൊച്ചേ, ഞാനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. നിന്റെ അച്ഛനെ ഇവിടെ വന്ന് വലിയ കെട്ടുകാഴ്ചയൊക്കെ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു. വിഷ്ണുവിന്റെ അമ്മൂമ്മേ ഹരിപ്പാട്ടുകാരിയാ. ഹരിപ്പാട്ടുന്നേ അടുത്ത ചെട്ടിയോളങ്ങര ഒരുപാട് കെട്ടുകാഴ്ച ഞാൻ കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് നിന്റെ അച്ഛനോട് പറയണം ഇവിടെ വന്ന് വലിയ കെട്ടുകാഴ്ചയൊന്നും വേണ്ടാന്ന്. അമ്മൂമ്മ എന്നെ നേരെ പപ്പയോട് പറഞ്ഞാൽ മതി. ഇനി എനിക്ക് വയ്യ അവിടെ പോയി പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാം. ആ, പറയോ പറയാതിരിക്കയോ? ഞങ്ങളെ അങ്ങനെ അത്ര കുറച്ച് കാണുമൊന്നും വേണ്ട. ചോനറത്തല തറവാട്ടിലെ പ്രമാണിമാരെ കഥകളിയും കളരിയും കാണാനേ മുറ്റത്ത് നിരന്നിരുന്നിട്ടുണ്ട്, അറിയാവോ? അമ്മൂമ്മയും കളറിയോ? അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മ ഈ പഴയ കഥയൊക്കെ എന്നോട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അല്ല, പഴയ തറവാട് പേരൊക്കെ പറഞ്ഞല്ലോ ചിലർ ഇവിടെ വന്ന ആളായത്. എന്തോ ചന്തത്തറയോ ചാലത്തറയോ എന്തോ? ആ, ചാലക്കൽ തറവാട് എന്റെ അമ്മ വീടാ. ആ തറവാട്ട് മഹിമേലേ ഞങ്ങളും ഒട്ടും പുറകിലല്ലെന്നൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ചാലക്കൽ ചോനടുത്തല ചായ ഉണ്ടോ അമ്മൂമ്മ? ഈ കൊച്ചു ഒന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ആ, കൊച്ചിനും ചായ ഉണ്ടോ അമ്മൂമ്മ? അങ്ങോട്ടോ നീ വാ. എടോ താനും വാ. ഞാൻ വരുന്നില്ല. നിന്നോടല്ലേ വരാൻ പറഞ്ഞേ? വരുന്ന്